ഓയിൽ ഒട്ടും ഇല്ലാതെ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ പറ്റുമോ? ഓഫ് കോഴ്സ് ഞാൻ ഈ ചെമ്മീൻ ബിരിയാണി ഒരു സ്പൂൺ പോലും ഓയിലില്ലാതെ ഉണ്ടാക്കിയത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു തന്നാലോ? ഇത് ഗീ ആണ്, 1 ടേബിൾ സ്പൂൺ ഗീ. ഇതിന് ടോട്ടൽ നമുക്ക് 2 ടേബിൾ സ്പൂൺ ഗീ മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ഗീ നമ്മൾ ഈ മസാല ഉണ്ടാക്കണതിലിട്ടിട്ട് അതിലോട്ട് ഉള്ളിയും കുറച്ച് പച്ചമുളകും ഇട്ടിട്ട് നന്നായി സോട്ട് ചെയ്യാം. നല്ലോണം വാടണം. നല്ല വാടിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ഇടുക. അതും നന്നായി വാട്ടിയതിന് ശേഷം കുറച്ച് തോനെ തക്കാളി ഇടുന്നുണ്ട്. അതെന്താ വെച്ചാൽ ഞാൻ ഉമ്മയുടെ വീട്ടിൽ പോയപ്പോൾ അമ്മായി ഇതുപോലെ ബിരിയാണി ഉണ്ടാക്കിയാൽ തോനെ തക്കാളി ഇട്ടുക്കണം, നല്ല ടേസ്റ്റ്. അപ്പോൾ ഞാനും അങ്ങനെ ട്രൈ ചെയ്യാൻ വിചാരിച്ചു. അങ്ങനെ കുറച്ച് തോനെ തക്കാളി ഇട്ടു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, അത് അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ചെമ്മീനും അതേപോലെ മല്ലിച്ചപ്പ്, പുതിന, പിന്നെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ മല്ലിപ്പൊടി, ഈ 3 മസാലകളും പിന്നെ കുറച്ച് ഉപ്പും ഇത്രേ ഞാൻ ചേർക്കുന്നുള്ളൂ. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, അടച്ചു വെക്കണം. അടുപ്പിൽ കയറ്റണ്ട, അടുപ്പിൽ നിന്ന് ഇറക്കിക്കണമല്ലോ ഓൾറെഡി തക്കാളി വെന്തതിന് ശേഷം. അടുപ്പിൽ ഇപ്പോൾ കയറ്റണ്ട. അങ്ങനെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക പുറത്ത്. ആ സമയം കൊണ്ട് നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കാം. നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോഴാണ് നെക്സ്റ്റ് ടേബിൾ സ്പൂൺ ഗീ ഇടേണ്ടത്. ഗീ ഇട്ടിട്ട് നമ്മൾ സ്പൈസസൊക്കെ സോട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് അരി ഇട്ടു. ഞാനൊന്ന് അരി മൂപ്പിച്ചതിന് ശേഷം അരിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഉപ്പിട്ടു അടച്ചു വെച്ചു. അപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ നെയ്ച്ചോറ് സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ തന്നെ ആ ചൂടുള്ള നെയ്ച്ചോറിന് നമ്മൾ എന്ത് ചെയ്യണം, ഈ ചെമ്മീൻ ബിരിയാണീൻ്റെ മുകളിലോട്ടിടണം. ചൂടുള്ള നെയ്ച്ചോറിന് ഫുള്ളായിട്ട് ലെയർ ചെയ്തിട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് മല്ലിച്ചപ്പൊക്കെ ഇട്ടിട്ട് നല്ല സിൽവർ ഫോയിൽ കൊണ്ട് പൊതിയുക. എയർ ടൈറ്റ് ചെയ്തിട്ട് പൊതിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റൗ കത്തിച്ച് ആദ്യം വേറൊരു ചട്ടി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മളിപ്പോൾ ഈ ദമ്മിട്ട് വെച്ചിട്ടുള്ള ചെമ്മീൻ ബിരിയാണി കയറ്റി വെക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് എന്തായാലും ഹൈ ഫ്ലെയിമിൽ വെക്കണം. കാരണം ചെമ്മീൻ നമ്മൾ വേവിക്കാതെ വെച്ചിട്ടുള്ളത്. അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് മിനിമം വെച്ചിട്ട് കുറച്ച് വെച്ച് ഒരു 30-35 മിനിറ്റിന് കുറച്ച് വെച്ച് വേവിച്ചതിന് ശേഷമാണ് നമ്മൾ ദമ്മ് പൊട്ടിക്കാൻ പാടുള്ളൂ. എന്നാലാണ് ഈ ചെമ്മീനൊക്കെ നന്നായി വെന്ത് കിട്ടുള്ളൂ. കണ്ടില്ലേ, ചെമ്മീൻ നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള ബിരിയാണി അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി. ഓയിലേ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ.